യൂട്യൂബ് തുറന്നാൽ നോമ്പ് തുറ വിഭവങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഇനി നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പരാതി വേണ്ട. അതിനായിട്ട് ഞാൻ പ്രോൺസ് എടുത്തിന് ഫസ്റ്റ് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നാൽ ബാക്കിയെല്ലാം ആകുമ്പോഴത്തേക്ക് തണുപ്പ് പോകുമല്ലോ. അപ്പോൾ അതിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിനകത്ത് തേങ്ങയും പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂട്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചു. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത പ്രോൺസ് വറുത്ത് മാറ്റി വെച്ചു. പിന്നെ കുനുകുന കട്ട് ചെയ്ത ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഇത് ജസ്റ്റ് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അതെല്ലാം കൂടെ മിക്സായി വരുമ്പം മാറ്റി വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം അരി ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാവും ഫില്ല് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇല വെച്ചിന്. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ദേശം വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് കൂടി ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഐറ്റം റെഡി. അരിപ്പൊടി വെറുതെ ഉപ്പിട്ട് കുഴച്ചാലും മതി, അങ്ങനെയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ രണ്ട് വിധത്തിലും ആക്കി നോക്കി.